എടാ, നമ്മുടെ ചേരിയിലേക്ക് തേര് വന്നടാ, എല്ലാവരും വാടാ. ആശാനെ, വേറൊന്നുമല്ല, ഇലക്ഷൻ വരുവാണേ. ഈ വെറ്റുകളെ വിശ്വസിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ശ്രദ്ധിച്ചു വേണം. അതെ, എല്ലാവരും ഇങ്ങോട്ട് നോക്ക്. ആരൊക്കെയാണോ തേര് വലിച്ചത്, സ്വമേധയെ അവരൊക്കെ മുന്നോട്ട് കയറി നിൽക്കുന്നതാണ് നല്ലത്. അതെ, സത്യം പറഞ്ഞു, ഞങ്ങളായിട്ടെങ്ങാനും അത് കണ്ടുപിടിച്ചാൽ അവന്റെ ഒക്കെ കഥ തീർന്നത് തന്നെ. പറടാ. ആശാനെ, ആരാടാ? ആന്റണി ദാസാണ്. എവിടെയാടാ ആന്റണി ദാസ്? ദാസ്, നമ്മൾ തേര് വലിച്ചത് ആ കണ്ണദാസൻ ആശാനോട് പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇത്രയും വലിയ ബിൽഡപ്പോ? ഒന്ന് വഴിമാറിക്കേ. നമസ്കാരം ആശാനെ. നീയാണ് ദാസ് അല്ലേ? എന്താ ഏട്ടാ, മറന്നുപോയോ? നിങ്ങളല്ലേ റെക്കമെൻഡ് ചെയ്ത ആശാന്റെ കോളേജിൽ എനിക്ക് സീറ്റ് മേടിച്ചു തന്നെ. എന്താടാ, നീയാണോടാ തേര് വലിച്ചത്? അതെ ആശാനെ. എന്തിനാ തേര് ചേരിയിലേക്ക് വലിച്ചോണ്ട് വന്നത്? അത് വേറെ ഒന്നുമല്ല, 100 പേര് വലിച്ചാലേ തേര് അനങ്ങുമെന്ന് ചിലർ പറഞ്ഞു. അങ്ങനെയല്ല, നമ്മളെപ്പോലെ 4 ആമ്പിള്ളേര് പിടിച്ച് വലിച്ചാലും തേര് പോരുമെന്ന് ഞാനും പറഞ്ഞു. വലിച്ചപ്പോൾ വരികയും ചെയ്തു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വലിച്ചതല്ല ആശാനെ. നമ്മുടെ പീറ്ററല്ലേ, അവന്റെ അനിയനവൻ. ആ പീറ്റർ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോടാ. കിടന്ന് തുള്ളാതടാ. തേര് വലിച്ചോണ്ട് പോയപ്പോ വെപ്പാട്ടിയുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങല്ലായിരുന്നോ? എന്നിട്ട് ഇപ്പൊ ഒന്ന് ഒച്ച ഉണ്ടാക്കുന്നു. നീ ചെയ്തത് തെറ്റല്ലേടാ? അത് തെറ്റ് തന്നെ ആശാനെ. നിന്റെ ചേട്ടനോടും ചോദിച്ചു നോക്ക്. 20 വർഷത്തിന് മുമ്പ് പഞ്ചമലയിലേക്ക് വന്നപ്പോ എന്തായിരുന്നു അവസ്ഥയെന്ന് അവന് നന്നായിട്ടറിയാം. ഈ ബില്ലല്ലടാ അവന് ജോലി. അതെ ആശാനെ. ആ ജോലി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. അറിയോ നിനക്ക്? അറിയാം ആശാനെ. പീറ്ററിന്റെ അനിയനായതുകൊണ്ടാ നിന്നെ വെറുതെ വിടുന്നത്. മനസ്സിലായടാ? ഇനി ഇങ്ങനൊന്നും ഉണ്ടാവരുത് കേട്ടോ? ഇനി ഉണ്ടാവില്ല ആശാനെ. ഗണേശ, മഞ്ഞൾ വെള്ളം തളിച്ച് തേരമ്പലത്തിലേക്ക് കൊണ്ടുപോവാ. അച്ചാ വാ അച്ചാ, കളിക്കാം. വാ അച്ചാ. എന്താ പീറ്ററെ, രാവിലെ തന്നെ ഫീസ് പോയോ? ഹായ് ചിറ്റപ്പ. വാടാ മോളെ. ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇന്ന് ലീവാ. ഓണെന്തെങ്കിലും കഴിച്ചോ? ഇവിടെ ഇരിക്കെ. എത്ര ഇഡ്ഡലി കഴിച്ചു? 2 ഇഡ്ഡലി. അതെ മോളെ, എന്താ അച്ഛൻ ദേഷ്യത്തിലാ? അറിയില്ല. പുറത്തെ ജോലിയെ കഴിഞ്ഞോ? പുറത്തെ ജോലി എന്ന് പറഞ്ഞാൽ? അത് ഈ തേര് വലിക്കുന്നൊക്കെ. നാട്ടിൽ ടെൻഷൻ ഉണ്ടാക്കുന്നത്. എന്താ നോക്കുന്നേ? എല്ലാം എനിക്കറിയാം. എന്താ അറിയുന്നു? തേര് വലിച്ചതല്ലേ അറിയൂ. തേരവിടെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവച്ചത് അറിഞ്ഞില്ലല്ലോ. ഏട്ടൻ കഴിച്ചോ? ഇപ്പം നീ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. എന്തിഷ്ടമല്ലാന്ന്? ഞാൻ ഈ ഓംപ്ലേറ്റ് കഴിക്കുന്ന ഇഷ്ടമല്ല. ചേട്ടനെ പോലെ സംസാരിക്കേ, അന്യനെ പോലെ സംസാരിക്കാതെ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിനക്ക് നിസ്സാരമാ, തമാശയാ, ജോളിയാ. ജോളിയൊക്കെ അടിക്കാം, പക്ഷെ അത് ശല്യമാവാതിരുന്നാ മതി. ജീസസ്. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കിയേ. കോളേജിൽ പോവാൻ തുടങ്ങി, എന്നിട്ട് മാച്ചിങ് എന്താന്നറിയില്ല. പോച്ചിട്ട് എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. അല്ല, നിന്റെ അച്ഛനോട് പറയാതെ നീ എങ്ങനെയാ പോന്നേ? അദ്ദേഹം കാലത്തെ എന്തോ പ്രശ്നമായിട്ട് ടൗണിലേക്ക് പോയിരിക്കല്ലേ? എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ കോളേജിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. രാജി കാപ്പി കുടിച്ചോ? ആ, അവള് കോളേജിൽ പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞല്ലോ. അച്ഛാ. അല്ല മോളെ, സമയം വൈകിയല്ലേ? ശരി, ദീപം തൊട്ട് ഉണങ്ങിട്ട് പോ. മോളെ എണീക്ക് മോളെ. എന്താ തുറച്ചു നോക്കുന്നേ? എന്റെ അച്ഛനാ എന്റെ ഏക ദൈവം. വരട്ടെ അച്ഛാ.
അത് ശരി. ചിറ്റേ പോയിട്ട് വരാം. ആ ശരി മോളെ.